ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ കൊണ്ട് പോകുന്നു. ഇതൊക്കെയോ പറക്കി പിന്നെ ഒട്ടുകറയൊക്കെ ഇളക്കിയിട്ട് ഇറങ്ങിപ്പോവുക. അജു ഇവിടെ നിൽപ്പുണ്ട്. ഭയങ്കര കൊതുക് ശല്യം. അജു വെട്ടുക. ഞാനാന്ന് ഇച്ചിരി വിറക് വറക്കാൻ കയറി വന്നത്. അരി അടപ്പയിലിടണം. ഇച്ചിരി വിറക്. കാലാവസ്ഥ കൊള്ളത്തില്ല. കാറ്റും വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ്. അജു കൊണ്ടുവന്ന് വെട്ടുന്നു. അജു വെട്ടാറൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇപ്പം വെട്ടുന്നത്. അജു പപ്പടം എന്ന് പിന്നെ 4 ദിവസം വെട്ട് തുടങ്ങിയിട്ട്. ഇപ്പം മഴയൊന്നുമില്ലായിരുന്നു. നീ വെട്ടാതെ ഇങ്ങനെ അജു കണ്ടതൊന്ന് വെട്ടുന്നു. ഞാൻ ഇച്ചിരി വിറക് ഞുള്ളി പറക്കിക്കൊണ്ട് വരട്ടെ. ഇതുപോലെ കയറി വന്ന് ഞാനെന്നും രാവിലെ നമ്മുടെ മുയലിനൊരു ശകലം പോച്ച പറിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് പട്ടിണി കിടന്ന് ചത്തുപോകും. ആട്ടും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവിടെയൊക്കെ ഈ കിടക്കുന്ന കാടുകളൊന്നുമില്ല. ആടൊന്നും ഇല്ലാത്തത് കൊണ്ട് കാട് ഇനിയിപ്പോൾ അങ്ങ് പോച്ച കിളിക്കും ഇഷ്ടം പോലെ. ഞാനൊരു ശകലം വിറക് ഞുള്ളി പറക്കട്ടെ. കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയായിരുന്നേ, അത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടികളൊക്കെ നോക്കാം. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണേ. എല്ലായിടത്തും ഇങ്ങനെ ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആണോ? ഇപ്പം ഇവിടെ മഴ തുടങ്ങിയിട്ട് ഇച്ചിരി നേരം ആയതേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി നേരം ആയതേ ഉള്ളൂ മഴ തുടങ്ങിയിട്ട്. അജ്മോൻ വന്നു, പപ്പടവും കൊണ്ട് പോയായിരുന്നു. പിന്നെ ഉണ്ണിയപ്പം എടുത്തുകൊണ്ട് പോകാൻ വന്നു. കുറച്ച് ഉണ്ണിയപ്പമായിട്ട് അജ്മോൻ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് പെരുമഴ വരുമായിരുന്നു. അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴും അവന് പോകണം, അവന് വേറെ ഒരു അത്യാവശ്യമുണ്ട്. അങ്ങനെ അവൻ ഓടിപ്പോയി. ചോറ് പോലും ഉണ്ടില്ല. ചോറ് വേണ്ട അമ്മച്ചി, ഞാൻ കഴിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയി. ഭയങ്കര കാറ്റും ഭയങ്കര മഴയും പെയ്തുകൊണ്ടിരിക്കുക. കാറ്റടിച്ച് വല്ലാത്ത കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയാണേ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. പെരയ്ക്കകത്തോട്ടല്ലേ ഇറച്ചിൽ അടിക്കുന്ന. ഞാനിന്ന് ഇനി കതകം അടയ്ക്കുക. കരണ്ടും ഇല്ല. ഇന്ന് നമ്മുടെ വീട്ടിലെ രസവും പിന്നെ പപ്പടം പൊള്ളിച്ചതുമാണേ. കാണിക്കാം. പപ്പടം പൊള്ളിച്ചത്. പക്ഷേ നമ്മുടെ അജുക്കുട്ടനൊന്നും കഴിച്ചില്ല. അജുമോൻ ചോറ് കഴിക്കാൻ വന്നു. ചോറ് കഴിക്കാനായിട്ട് വന്നു. പക്ഷെ അവന് വിഷമമുള്ള ഒരു സംഭവം അന്നേരം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ അല്ല, വേറെ ഒരിടത്ത്. അപ്പോൾ അജു അത് കണ്ട് അത് കേട്ടിട്ട് അവന് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ചോറ് കഴിക്കാനൊക്കെ ഞാൻ പറഞ്ഞു, മോനെ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. രസവും പിന്നെ ഇതുപോലെ പപ്പടവും ഉണ്ടാക്കി വെച്ചിട്ട് മുട്ടയും കൂടെ പൊരിച്ച് അവന് കഴിക്കാം. പക്ഷേ അങ്ങനെയൊക്കെയാണ് അവനിഷ്ടം. അങ്ങനെയുള്ള കറികളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പം ഉണ്ടാക്കി വെച്ചെങ്കിലും അജുമോൻ കഴിച്ചില്ല. അവൻ ഉണ്ണിയപ്പവും പറക്കി കവറിനകത്ത് ആക്കി പാക്ക് ചെയ്ത് അവനങ്ങ് പോയി. അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കുക. അജുമോനെ അച്ചാച്ചൻ കഴിച്ചു കേട്ടോ. അച്ചാച്ചൻ കഴിച്ചു. ഈ പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വെക്കുമ്പം അജുമോൻ സ്വന്തമായിട്ടാണ് ചോറ് വിളമ്പി കഴിക്കുന്നത്. അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ഒക്കെ വിളമ്പി കൊടുക്കത്തുള്ളൂ. കുഞ്ഞ് തന്നെ വന്നങ്ങ് കഴിക്കും. അപ്പം ഈ പാത്രത്തിലാകുമ്പം അവനിങ്ങോട്ട് വന്നൊരു കുഞ്ഞ് പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ടിട്ട് അങ്ങ് വിളമ്പി എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുകയോ ചെയ്യുന്നത്. കലത്തിനകത്ത് ചോറ് വെച്ചിട്ട് അതിൽ നിന്ന് കോരി വെക്കുന്നത്. ഇത് കലത്തിലെ ചോറ് കൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാനും അച്ചാച്ചനും എല്ലാവരും കഴിച്ചു. അത്താഴവും ഉണ്ടെന്ന് പറയാം. അച്ചാച്ചൻ 7 മണിക്ക് കഴിക്കും. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ ചോറ് കഴിച്ചു. പിന്നെ കോഴികൾക്കൊക്കെ കൊടുത്തു. ഇനി അജുമോ മാത്രമേ ഉള്ളൂ കഴിക്കാനുള്ളത്. അവനൊരു ചെറിയ വിഷമമായിപ്പോയി. അതുകൊണ്ട് കുഞ്ഞ് ഒന്നും
കഴിച്ചില്ല. അവൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ കഴിച്ചു, ഞാൻ ബിരിയാണി കഴിച്ചമ്മച്ചി എന്നൊക്കെ പറഞ്ഞു. അജു ഒന്നും ബിരിയാണി അങ്ങനത്തെ ഒന്നും വെളിയിൽ പോയിരുന്ന് കഴിക്കത്തില്ല. അഥവാ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ സാധനം മേടിച്ച് കൊണ്ട് തന്നിട്ട് എന്നെയും കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയോ ചെയ്യുന്നത്. പിന്നെ വെളിയിലൊന്നും പോയി അങ്ങനെയൊന്നും ഉള്ളത് ചിലപ്പോൾ അങ്ങ് വിശന്ന് ഇതായി കഴിയുമ്പം പിന്നെ പൊറോട്ട ഒക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ പിന്നെ ഇതുപോലെ പിന്നെ പിന്നെ എന്താ പറയുന്നത്, വടയോ ഉഴുന്നുവടയോ അങ്ങനെയൊക്കെയുള്ള സമൂസയോ അങ്ങനെയൊക്കെ മേടിച്ച് കഴിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം ഒരു വിഷമമുണ്ട്. ആ വിഷമം കൊണ്ടാണ് അവൻ ഒന്നും കഴിക്കാതെ അങ്ങ് പോയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അജുമോൻ എന്നുണ്ട് ഇത് ഈ സോപ്പ് എന്തോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അജു പിന്നെ രാവിലെ പോയിട്ട് റേഷൻ കടയിലൊന്ന് പോയി, അതുവഴി മാവേലി സ്റ്റോറിലൊന്ന് കയറി ഈ സബ്സിഡിയുടെ വെളിച്ചെണ്ണ ഒന്ന് മേടിച്ചു. പിന്നെ ഈ ഒരു സോപ്പ് മാത്രമേ മേടിച്ചുള്ളൂ. അവിടെ ഉണ്ടല്ലോ നമുക്ക് 5 കിലോ അരി കിട്ടും. പക്ഷെ ചെന്നപ്പോൾ അത് സബ്സിഡി അരി തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് അത് മേടിച്ചില്ല. എന്നിട്ടിങ്ങി പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.